guys, welcome back to another episode of Very Super Hero. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാനി പാർട്ട് 2 ആണ്. ഗൈസ് നമ്മൾ കുറേ നാളായി ഗ്രാനി കളിച്ചിട്ട്. പണ്ട് നമ്മൾ ഇട്ട വീഡിയോ എനിക്കൊന്നും ആ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ 8 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ആ വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും ഗ്രാനീൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാനീൻ്റെ വീഡിയോ ഈ കളി നമ്മൾ ജയിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും നമുക്ക് പ്ലേ കൊടുക്കാം. നമ്മളപ്പോ ഗെയിം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ ഗെയിം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണ് ഗ്രാനി. ഒരു ഫേമസ് ഗെയിമും കൂടാണ് ഗ്രാനി. അപ്പൊ നമ്മളങ്ങനെ കളിക്കാൻ പോയിരിക്കുകയാണ് ഗൈസ് ഗ്രാനി. നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് തന്നെ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മളുടെ എൻ്റെ ട്രിക്കാണെന്ന് ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഗ്രാനി വരും, അതെനിക്കറിയാം. അപ്പത്തേക്ക് നമ്മൾ ഇവിടെ നിൽക്കണോ? ഇവിടെ നേരെ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ ഇപ്പൊ ഗ്രാനി നമ്മളെ പിടിക്കൂലേ ഗായ്. പിന്നെ ഇന്നലെ ഇട്ട ന്യൂപ്രാങ്ക് വീഡിയോ അറിയാവുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം ഗൈസ്. നമ്മളിട്ട വീഡിയോ കൂടാണ്. ഗ്രാനി വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് തറയോട്ടാണ്. വിട്ടുപിടിച്ചിട്ടാണ് തള്ള. ഈ തളയ്ക്ക് വേറെ പണിയില്ല. നമ്മളെ പിടിക്കാൻ കഴിയുക. നമ്മളെന്തിനാണോ ട്രാപ്പാക്കിട്ടിരുന്നത്? തളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് പാവം പിടിച്ചായിട്ട് ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്താ പിടിക്കല്ലേ? സോറി അമ്മുമ്മേ, ഞങ്ങൾ പാവാണേ. ഓടിക്കാ ഗ്രാനി, ഓടിക്കാ 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 ഗ്രാനി, ഓടിക്കാ. പ്ലേ ഹൗസ് കിട്ടി ഗൈസ്. പ്ലേ ഹൗസ് കീ കിട്ടിയപ്പോഴത്തേക്ക് ഗ്രാനി വന്നു. എനിക്ക് ഭയങ്കര പേടിയാവുന്നത് ഗൈസ്. നമ്മളപ്പോ പ്ലേ ഹൗസ് കീ എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഓടിക്കോ. ഗ്രാനിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഗ്രാനി ഒരു മണ്ടത്തിയാണ്. നമ്മളുടെ പുറകെ ഒരു റേഡിയോ എന്തായാലും ഗ്രാനി ഇവിടെ വരുമ്പോ നമ്മള് എന്താ ചെയ്യണം? ഇങ്ങനെ പോണം. നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. കള്ള വെപ്പൺ കിട്ടിയ ഒരു ഗണ്ണുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്രാനിന്റെ തൊള്ളക്കിട്ട് പൊട്ടിക്കായിരുന്നു. പക്ഷെ ഗണ്ണ് കിട്ടിയില്ല. എനിക്കറിയാം ഇപ്പൊ ഗ്രാനി വരുന്നു. അതെ ഗ്രാനി
തള്ള അങ്ങനെ ചത്തുന്നില്ല. തള്ളയെ നമ്മൾ കൊന്നു. തള്ള ചത്തപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആ സമയം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെയുള്ള ഇതൊക്കെ നോക്കിയെടുക്കണം. എന്നിട്ട് നമ്മളാണ്ട് ഇവിടെ പോണം. ഇവിടെ ഗ്രാമീണ ഡോളുണ്ട്. പക്ഷെ ഡോൾ അവിടെ വെക്കുന്നതെന്ന് എനിക്കറിയാം. ഗ്രാനി ചത്തു. ഗ്രാനോട് ട്രാപ്പൊക്കെ ഇട്ട് തള്ള സമ്മതിക്കത്തില്ല. എന്റെ പാട് കോടപ്പട്ടി. എനിക്ക് കോടൊന്നും വേണ്ട. ആകെ തള്ളി മറിച്ചിട്ട് ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചു. I am here, ഗ്രാനി തള്ള. തള്ള ഇതിനകത്തൊന്നും വെക്കത്തില്ല. തള്ള ഞാൻ ഇവിടെ ഉണ്ട്. തള്ളേ നമുക്കപ്പൊ തള്ളനെ കൊല്ലാൻ നമ്മൾ ഫയർ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഷൂട്ട് വേണമെങ്കിൽ ഇപ്പൊ നിൽക്കാൻ വേണമെങ്കിൽ നമുക്ക് എപ്പോ ഇടിക്കാം. ഈ സിറിഞ്ചിനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഒരെണ്ണം മിസ്സായ ഓക്കെ ഗൈസ് ഫയർ ചെയ്യേണ്ട സമയം. ഷൂട്ട് ചെയ്ത സ്ഥലം മാറിപ്പോയോന്നൊരു സംശയം. കുഴപ്പമില്ല. ഡേ 2 ആയിട്ടുള്ളൂ. ഡേ 2 നമ്മൾ അങ്ങനെ കളിച്ച് തീർത്തിട്ടുണ്ട് ഗൈസ്. ഗ്രാനി തള്ളക്ക് വേറൊരു പണിയില്ല ഗൈസ്. നമ്മളെ പിടിക്കാൻ വരിക, നമ്മളെ വീട്ടിൽ കൊണ്ടിടുക, എന്നിട്ട് നമ്മളോട് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ഒരു തള്ള ഗ്രാനി തള്ള. നമ്മളപ്പോ ഇവിടെയുള്ള ഈ മണ്ടയ്ക്കുള്ള റൂമിലൊന്നും കേറി നോക്കിയില്ല. നോക്കണം. കുറച്ച് സമയം തരണ്ടേ. തള്ള ആരാ അവിടെ ശബ്ദമുണ്ടാക്കുന്നത്? അടുത്ത റൗണ്ട് എടുത്തോളാവേ. തള്ള ഓട്ടാൻ നിർത്തിയ. ഞാൻ ഇവിടെ ഉണ്ട് തള്ള. വന്നാ ഇപ്പൊ പിടിച്ചോണ്ട് പോയെന്നെ. ഒന്ന് വാറള്ളേ. എവിടെയാ തള്ള? എവിടുന്ന് വരും? എവിടുന്ന് വരും? എവിടുന്ന് വരും? എവിടുന്ന് വരും തള്ള? എവിടുന്ന് വരും തള്ള? എവിടുന്ന്? ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് എവിടെയൊന്നും വരുന്നില്ലല്ലോ തള്ളക്ക്. അപ്പൊ വരുമായിരിക്കും. അവിടെ ഒരു ശബ്ദം ഉണ്ടായില്ലേ? അതിനകത്തൊരു തള്ള കിടപ്പുണ്ട്. ആ തള്ള നമുക്കൊരു താക്കോല്. തള്ളക്ക് അങ്ങനെ കയറിപ്പോവാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തള്ള ഒന്ന് ഓടിക്കോ ഓടിക്കോ. ഞാൻ ഇവിടെ ഉണ്ട് ഗ്രാനിയമ്മേ.
കളിക്കാരൻ കളക്ക് ഡാറ്റ ഞാൻ ഈ തവണ എന്റെ ഉന്നം തെറ്റത്തില്ല. പറഞ്ഞില്ലേ, ഉന്നം എന്റെ ഒരിക്കലും തെറ്റാറില്ല. തള്ള ഓടി പോവാതിരിക്കുകയാണെങ്കിൽ തെറ്റുമായിരിക്കും. സമയമുണ്ട്, നല്ല സമയമുണ്ട്. മാറി കേടുകല്ലേ അങ്ങോട്ട്. ഉള്ള എൻ്റെ ഒരു കാര്യം എന്ത് പറയാണ് തള്ളുകന്നെ നമ്മൾ ബോധം കെടുത്തി. എന്ത് പറയാണ് നമ്മളെ തള്ളിനെ ബോധം കെടുത്തി. എന്തായിരിക്കും നമ്മളും തള്ള ഒന്ന് വരും. ഈ ചെറിയ വീട്ടിലാണ് നമ്മള് കിടക്കുന്നേ. ഈ ചെറിയ വീടിനകത്താണ് വലിയ കുണ്ടങ്ങളൊക്കെ നിറച്ച് വെച്ചേക്കുന്നത്. സത്യം പറയാലോ, എനിക്ക് ഈ ഗെയിം കളിക്കാൻ നേരവിനെ അറിഞ്ഞൂടാ. നമ്മളപ്പം കളിച്ച് എനിക്ക് ഞാൻ തെറ്റിക്കുന്നു. ഇവിടെ കിടക്കട്ടെ, ഇത് വേണം നമുക്ക്. അതവിടെയും പോവല്ലേ പ്ലീസ്. ഗ്യാസ് ഓയിൽ അത് നമുക്ക് വിൽക്കണമെങ്കിലും സമയമുണ്ട്. നമുക്ക് ഒരാണ് ഞങ്ങളുടെ ഗ്രാനിക്കല്ലാണ് കൊല്ലുന്നത്. അവിടെ ഇത് അതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലമല്ലേ ഗൈസ്. ഇതിനകത്ത് നമ്മളെന്തായാലും ഇതെനിക്ക് തുറക്കണമെങ്കിൽ നമ്മളപ്പോ ഗ്രാനീന്റെ വീട്ടിൽ ഗ്രാനീനെ തന്നെ പറ്റിച്ച് നമ്മൾ നടക്കുകയാണ്.
ഗൈസ് ഈ വീഡിയോ ഇങ്ങനെ നിന്ന് കുറെ സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഗ്രാനി ഒരു പാർട്ട് 3 വരാണ് സാധ്യത കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടെ ഗെയിം നേരെ. അപ്പൊ ഗെയിം കളിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്യും. അവിടെ വരുന്നു അകത്ത് കയറി തള്ളേ, അകത്ത് കയറി തള്ളേ. നമ്മളില്ല ബുക്കിന്റെ എടാ ബുക്കാണുള്ളത്, ബുക്ക് കാണാനില്ല. ഓക്കെ ബുക്ക് കാണില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഉള്ള ഇതൊക്കെ നോക്കാം. ഈ മ്യൂസിക് എന്നെ ഇറിറ്റേറ്റ് ചെയ്യും. ഗ്രാനി എനിക്ക് പേടിയാകാൻ തുടങ്ങിയേട്ടാ. താങ്ക് യു. കാർ സ്കേപ്പ് അറിയത്തുള്ളൂ, ഡോർ സ്കേപ്പ് ഒരു ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. എനിക്ക് പേടിയാവും ഗൈസ്. ഇപ്പോഴാണ് ഗ്രാനി ചൂടാൻ പറ്റും. പോട്ടെ, എനിക്കെന്ത് മിസ്റ്റർ ഗ്രാനി ഇവിടെ നിന്ന് പോയി തരണം. ഗ്രാനി എല്ലാം തട്ടിയിട്ടാണ്. ഗ്രാൻഡ് പേനോടുള്ള ദേഷ്യാന്ന് തോന്നുന്നു ഗൈസ്. ഗ്രാനി വണ്ണ് തന്നെ എങ്ങനെ കളിക്കാൻ പാടുപെടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഗ്രേസ്. ഇതിനകത്ത് നമ്മൾക്ക് ഗ്രാനീനെ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ ഇപ്പൊ കളിക്കാനേ പേടിയായിട്ടിരിക്കുന്നു. അപ്പൊ ഗ്രാനി 2 ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് പുറത്തിറങ്ങുന്ന തന്നെ എനിക്ക് അറിയാൻ പാടില്ല. ഭയങ്കര പേടിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ് ഇതെനിക്ക് ഭയങ്കര പാടുള്ള ഒരു ഗെയിമായിട്ട് തോന്നുന്നു. ഹൊറർ ഗെയിമിൽ എനിക്കിത് പറ്റത്തില്ല ഗൈസ്. ഇതിലും വലിയ ഗെയിംസ് ഉണ്ട്. കമല പോപ്പി പ്ലേറ്റും ഒക്കെ ഭയങ്കര ഈസിയാടാ.
ഈ വീഡിയോ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇപ്പൊ തന്നെ 24 സെക്കൻഡ്സ് ആയി. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് എനിക്ക്. അപ്പൊ ഇതിന്റെ അടിയിൽ ഇരുന്ന് തന്നെ നമ്മുടെ ഈ ഡേ 2 അവസാനിക്കുകയാണ്. അല്ലെ നമുക്ക് ഈ ഗെയിം അങ്ങ് ചത്താ ഗൈസ്. ഇത് ഡേ 5 വരെ ചത്ത ചാടി ചത്തു പറഞ്ഞു. ഓക്കെ അടിപൊളിയായി. ഞമ്മളുടെ ഡേ 3 ആയിട്ടുണ്ട്. അപ്പൊ ഡേ 5 ആക്കാം. 5 ആക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങനെ എടുക്കാം. കാരണം അടുത്ത ഗ്രാനി 3 എന്തായാലും ഞാൻ പഠിച്ചിട്ട് വരും ഗൈസ്. പഠിച്ച കള്ളനെ കുറിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മള് ഗ്രാനിന്റെ അമ്മൂമ്മേന്റെ കൂടെ ഇരുന്ന്. അപ്പം ഡേ 4 ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൽ കാണാൻ ബ്ലഡ് നല്ല ചുമന്ന ബ്ലഡ് നല്ല ചുമന്ന ചുമന്ന കളറ് ബ്ലഡ് കണ്ടോ നിങ്ങൾ? അങ്ങനെ അടുത്ത ഡേ 5 ആയിട്ടുണ്ട് ഗൈസ്. ഡേ 5 ദ ലാസ്റ്റ് ഡേ. യു കാനോട്ട് ബൈ. നമുക്ക് പറ്റത്തില്ലല്ലോ. എന്തായാലും നമ്മളെ ഗ്രാൻഡിന്റെ പിന്നെയും ബ്ലഡ് ചുമന്ന കളർ ബ്ലഡ് കൂടിപ്പോയില്ലേ ഗൈസ്. അപ്പൊ അടുത്ത ഗ്രാനി ചാപ്റ്റർ 3 ആയിട്ട് വരും. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ.